ഹൈറിച്ച് എന്ന കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കേസിൽപ്പെട്ട പലരും ഇപ്പോൾ ബാങ്കുകളുടെ ജപ്തി ഭീഷണി നേരിടുകയാണ്. എന്നാൽ ഇവരെ പറ്റിച്ച് കോടികൾ കയ്യിലാക്കിയ ലീഡർമാരൊന്നും ഇവരെ സഹായിക്കാനും വരുന്നില്ല. ഹൈറിച്ച് പൂട്ടിയപ്പോൾ അയ്യൂബ് ഖാൻ, ജിനിൽ ജോസഫ്, ഫിജീഷ്, ലക്ഷ്മണൻ എന്നീ പ്രമുഖ ലീഡർമാരൊക്കെ വേറെ ബിസിനസ്സിൽ തിരക്കിലാണ്. അവരുടെ ബിസിനസ് എന്ന് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല, എല്ലാം ഈ മണി ചെയിൻ തന്നെയാണ്. അതല്ലാതെ വേറെ ഒരു ബിസിനസ്സും ഈ കള്ളന്മാർക്കൊട്ടും അറിയുകയുമില്ല. എന്നാൽ പഴയ പോലെ ആളുകൾ കൂട്ടമായി വന്ന് തലവെച്ച് കൊടുക്കാത്തത് കൊണ്ട് പുതിയ മണി ചെയിൻ പ്ലാനൊന്നും പഴയ പോലെ പച്ച പിടിക്കുന്നുമില്ല. 20 ലക്ഷം രൂപ ലോൺ എടുത്ത് ഹൈറിച്ചിൽ നിക്ഷേപിച്ച ഒരു വീട്ടമ്മയാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. അവരുടെ പൈസ എല്ലാം ഈ ലീഡർമാരും ശ്രീനയും പ്രതാപനും ചേർന്ന് പങ്കിട്ടെടുത്തതാണ്. ഈ സ്ത്രീയുടെ ഭർത്താവ് 25 വർഷം ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് അവരുടേത്. ഇപ്പോൾ KSFE അത് ജപ്തി ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രഷർ കൂടി കൈയും കാലും തളർന്ന് കിടപ്പാണ്. ഈ അവസ്ഥയിൽ എങ്ങോട്ട് പോകുമെന്നാണ് ആ സ്ത്രീ ചോദിക്കുന്നത്. അവരുടെ വോയിസ് ക്ലിപ്പ് എല്ലാ ഹൈറിച്ച് ലീഡർമാരും പല ഗ്രൂപ്പുകളിലായി കേട്ടിട്ടുണ്ട്. പക്ഷെ ആരും പ്രതികരിക്കില്ല, അവരെ സഹായിക്കുകയുമില്ല. ഇപ്പോൾ ഹൈറിച്ച് ഉടമ ശ്രീന പ്രതാപൻ നൽകിയ FIR റദ്ദാക്കാനുള്ള ഹർജി ഒരു 2 മാസത്തേക്ക് കൂടി കോടതി നീട്ടിവെച്ചിട്ടുണ്ട്. ഇനി ജൂൺ മാസത്തിലാണ് അതിൽ വാദം നടക്കുക. അതുവരെ മാഡം പതിവ് പോലെ ഒളിവിൽ തന്നെ ആയിരിക്കും. പ്രതാപൻ സാർ പിന്നെ കാക്കനാട് ജയിലുമായി ഇണങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. നല്ല ഫുഡൊക്കെ കഴിച്ച് വിശ്രമവേളകൾ ആനന്ദകരമാക്കി പുറത്തിറങ്ങുമ്പോൾ ചെയ്യാനുള്ള അടുത്ത മണി ചെയിൻ ബിസിനസിന്റെ പ്ലാനൊക്കെ അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയാം, കേസ് കൊടുത്തവർക്ക് അല്പം വൈകിയാലും പണം കിട്ടും. അല്ലാതെ ജയ് വിളിച്ചും വീഡിയോ ഇട്ടും നടക്കുന്ന പൊട്ടന്മാർക്ക് ഈ ആയുഷ്കാലം കാത്തിരുന്നാലും ഒരു പൈസ പോലും കിട്ടില്ല. അവർക്ക് കിട്ടാനുള്ളതും വരാനുള്ളതും ഇത്തരം ജപ്തി നോട്ടീസുകൾ മാത്രമാണ്. എന്റെ ജപ്തി നടപടി ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും കൂടെ എന്നെ ഒന്ന് സഹായിക്കാമോ? 10 ലക്ഷം രൂപ ഇപ്പം പെൻഡിങ്, 20 ലക്ഷം ഉണ്ട്. 10 ലക്ഷം അടച്ചാൽ അവർ സമ്മതിക്കാന്ന് പറയണേ കുറച്ച് നാളത്തേന്. വയനാടുള്ള സാറിന്റെ നമ്പർ അവിടുത്തെ സിജി സാറ് തന്നിരുന്നില്ല, എൻ്റെ ലീഡർ സിജി KS. എന്നിട്ട് ഞാൻ ഒരു 5-8 തവണ വിളിച്ചു. സാർ ഇതുവരെ എന്നെ റിപ്ലൈ എടുക്കുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ല. ഇന്ന് വിളിച്ചപ്പോഴും ബിസി ആയിരുന്നു. അപ്പം ഇനി കേസിൻ്റെ കാര്യങ്ങൾക്ക് തിരക്കിലാണെന്ന് സിജി പറഞ്ഞു. വൈകുന്നേരം വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വിളി തുടങ്ങിയിട്ട് കുറേ ദിവസമായി സാറേ. ആരെയാണ് വിളിക്കേണ്ടെന്ന് അജിത്ത് ഇതുപോലെ തന്നെ മറ്റേ നമ്മളുടെ ഈ കോടതിയിൽ വേണമെങ്കിൽ പറയാം, നോട്ടീസ് വന്നതിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ നോട്ടീസിൻ്റെ ഫോട്ടോ ID നമ്പർ ഇട്ട് കൊടുത്തു. വന്നിട്ട് അതിന് റിപ്ലൈ ഒന്നും തന്നില്ല. ചേട്ടൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫെഡറൽ ബാങ്കിൽ അല്ല KSFE ആൾക്കാർ ഇത് നോട്ടീസും കൊണ്ട് വന്നപ്പോൾ അപ്പം തന്നെ പ്രഷർ കൂടി സ്ട്രോക്ക് വന്ന് വീണ് കിടക്കുക. ഇനി ഞാൻ ചേട്ടനെ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങണേന്ന് എനിക്ക് അറിയത്തില്ല. സീനമാടമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് 10-25 വർഷം ഗൾഫിൽ കിടന്നുണ്ടാക്കിയ ചോര നീരും വിറ്റുണ്ടാക്കിയൊരു വീടായത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നുണ്ടാക്കിയ വീടാണ്. ഇപ്പം അത് വെറുതെ KSFE കൊണ്ടുപോകുമെന്ന് അറിയുമ്പോഴത്തേനും അയാളുടെ ചങ്കുപൊട്ടി അയാൾ വീണു, കയ്യും കാലും അനങ്ങാതെ കിടക്കുക. ഇപ്പം ഞാൻ അയാളെ കൊണ്ട് എങ്ങോട്ട് ഇറങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഹൈറിച്ചിൻ്റെ മെമ്പേഴ്സ് എന്ന പേരിൽ നിങ്ങൾ എനിക്ക് ഇതിനുള്ള പ്രതിവിധി കണ്ടു തരണം. ഇല്ലെങ്കിൽ ഞാനും ആത്മഹത്യയുടെ വക്കീലാണെന്ന് എല്ലാവരും സൂചിപ്പിക്കുന്നു.